ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഷോപ്പിങ്ങിന് പോകണേ, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഞാൻ പിന്നെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിലും കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് എന്താണിപ്പോൾ ആളുടെ കൂടെ ഷോപ്പിങ്ങിനൊന്നും പോകാത്തതെന്ന്. സോ നമ്മൾ ഇന്ന് എന്തായാലും ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ഓണത്തിന് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നത് ആരാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇയാളാണ് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നത്, വേറെ ആരുമല്ല, നീതു ചേച്ചിയാണ് കേട്ടോ വരുന്നത്. നീതു ചേച്ചി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ തൃശ്ശൂർക്കാണ് എപ്പോഴും ഷോപ്പിങ്ങിനായാലും ഫുഡ് കഴിക്കാനായാലും മൂവി കാണാനൊക്കെ ആയിട്ട് പോകാറുള്ളത്. ഇപ്രാവശ്യം എന്താ എൻ്റെ വീടിൻ്റെ അവിടേക്ക് വന്നേക്കാണ് കേട്ടോ, ചാവക്കാട്ടേക്ക് വന്നേക്കാണ്. നീതു ചേച്ചിയുടെ വീട് ഗുരുവായൂർ ഭാഗത്താണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. പക്ഷേ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ വരാറില്ല. നമ്മൾ കൂടുതൽ തൃശ്ശൂർ അതുപോലെ തന്നെ ഷോപ്പിലേക്കൊക്കെയാണ് കേട്ടോ എപ്പോഴും പോകാറുള്ളത്. മുൻപ് ഒരു വട്ടം നീതു ചേച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് കുക്ക് ചെറിയ കുക്കായിരുന്നു, ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നീതു ചേച്ചിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കുക്കിനെ എടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ നീതു ചേച്ചി ഓക്കെ ആയിട്ടോ. നീതു ചേച്ചി ഇപ്പോൾ പുതിയ ജോലിക്ക് കയറിയ കാരണം ഭയങ്കര തിരക്കാണ് കേട്ടോ. നീതു ചേച്ചി ആയുർവേദ ഡോക്ടറാണ് കേട്ടോ. അത് കാരണം അത് നമുക്ക് കാണാൻ തന്നെ കിട്ടാറില്ല. നമ്മളിപ്പോൾ എന്തായാലും ഒരു ഡേ ലീവ് എടുത്തിട്ടാണ് കേട്ടോ നീതു ചേച്ചി വന്നേക്കുന്നത്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കുറേ ആയിട്ടോ കണ്ടിട്ട്. നേരെ പോയത് ചാവക്കാടുള്ള ഫാഷൻ പരാഗിലേക്കാണ് കേട്ടോ. നീതു ചേച്ചിക്ക് അവിടെ ആ ക്ലിനിക്കിൽ ഓണം സെലിബ്രേഷൻ ഇടാൻ ഒരു സാരി എടുക്കണമായിരുന്നു. അപ്പോൾ സാരി നമ്മൾ കറക്റ്റ് അങ്ങനത്തെ ഒരു സാരി അല്ല, നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് സാരി ആക്കണം എന്നാണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ മെറ്റീരിയൽ ഇഷ്ടം പോലെയുള്ള കാരണം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. നീതു ചേച്ചി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ് കാണുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫൈനലി നമ്മൾ സാരിക്കുള്ള ഒരു മെറ്റീരിയൽ അവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ലൈൻസ് ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്ലൗസ് പീസിനുള്ള മെറ്റീരിയലാണ് നോക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിലൊരു പിങ്ക് ഉണ്ട്, ഒരു പ്രത്യേക ഒരു പിങ്ക് മൊയിൻ്റെ ലൈറ്റ് പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടോ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാനായിട്ട്. ബ്ലൗസിനുള്ളത് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്, കാരണം ഒരു ട്രെൻഡിങ്ങിന് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ എടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഭയങ്കരമായിട്ട് വർക്കും നീച്ചയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു എന്നാലും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്തു കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല കളർ കോമ്പിനേഷനാണ്. ഇതല്ല കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത സാരി. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത സാരി, സാരിക്കുള്ള മെറ്റീരിയൽ. ബ്ലൗസ് പീസ് ഇതുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല രസം കേട്ടോ കാണാനായിട്ട്. ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നേരിട്ട് കാണുമ്പോൾ. മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ താഴത്തേക്ക് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ ഒരു ബീഡ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ബീഡ്സൊക്കെ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിട്ട്. മുൻപൊക്കെ ഇവിടെ നിറച്ച് ബീഡ്സ് ആയിരുന്നു, ഇപ്പോഴും ഉണ്ട്, പക്ഷെ കുറച്ച് കുറവാണ്. പിന്നെ ലേസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ചുമ്മാ നോക്കി. പിന്നെ നമ്മുടെ സ്റ്റോറിക്ക് വല്ല മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റുമോ നോക്കിയിട്ട് വന്നു കേട്ടോ, കോട്ടൻ്റെ. പക്ഷെ ഞാനൊന്നും വാങ്ങിയില്ല, കാരണം നമ്മൾ അടുത്ത് കോട്ടൺ കുറച്ച് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കുറേ പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയിട്ട്, കാരണം നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഷോപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫുൾ പോലീസായിരുന്നു. പിന്നെ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ പോലീസ് സ്റ്റേഷൻ, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ. പിന്നെ നമ്മൾ നേരെ പോയത് ബ്യൂട്ടി സിൽക്കിലേക്കാണ് കേട്ടോ ചാവക്കാട് ഉള്ളത്. നീച്ചയ്ക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന കുറച്ച് കുർത്ത സെറ്റ് അല്ലെങ്കിൽ ചുരിദാർ സെറ്റ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലാസ്റ്റ് നീച്ചി സെലക്ട് ചെയ്തു കേട്ടോ. നല്ല രസമുള്ള കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഒരു പ്രത്യേക തരം കളറാണ്, ആഷും റെഡും മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനുള്ള കുർത്ത സെറ്റാണ് കേട്ടോ. കോട്ടൺ ആണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 1700 വരുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ തുണി. അതിൻ്റെ വലിയ സൈസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല, കാരണം ഞാൻ ഓണത്തിന് കുറച്ചധികം ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് 2-3 കുർത്ത സെറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവിടെ നിന്ന് ഒരു കുർത്ത സെറ്റ് എടുത്തിട്ട് നമ്മൾ താഴ്ത്തിക്ക് വന്നു കേട്ടോ. ഇനി നോർമൽ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന കുർത്ത എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ സെയിം ഒരു കുർത്ത നമ്മൾ പുത്തമ്പള്ളിയുടെ മുൻപിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ക്യൂവിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ടൈം നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലത്തെ സെയിം ഉണ്ട്, ഇത് എടുക്കേണ്ടെന്ന് പറയായിരുന്നു കേട്ടോ. പിന്നെ നീച്ചയ്ക്ക് കുറച്ച് ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം, എനിക്കാണെങ്കിൽ ഡാർക്ക് കളേഴ്സാണ് ഇഷ്ടം. എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുറച്ചധികം കുർത്താസും അതുപോലെ തന്നെ കുർത്ത സെറ്റൊക്കെ എടുത്തിട്ട് നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. എനിക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അങ്ങനെ കൊറിയർ അയച്ച് നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോഗ്രാഫിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ നമുക്ക് തരും. ഇതുപോലത്തെ ചെറിയൊരു ഗ്ലാസ്സിൽ നമുക്ക് ജ്യൂസ് തരും. ഫ്രഷ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് വാട്ടർമെലൻ ആയിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. നാടൻ ഫുഡൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒരു ഫിഷിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടായിരുന്നു, അത് നീച്ചിച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ. പിന്നെ പൊറാട്ടയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ നല്ല സംസാരമായിരുന്നു. ഇത്രയും നേരം നമുക്ക് അധികം സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നല്ല സംസാരമായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു, കാരണം കുറേ ആയല്ലോ കണ്ടിട്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്, വേറൊരാളും കൂടി ഉണ്ട്. ഞാൻ വിച്ചുവിനെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിച്ചുവിൻ്റെ നീച്ചേച്ചിനെ അറിയാം കേട്ടോ, നീച്ചേച്ചിക്ക് വിച്ചുവിനെ തിരിച്ചറിയാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല സംസാരമായിരുന്നു കേട്ടോ. അതിനിടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മൾ മൂന്നാളും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. നീതു ചേച്ചി ഡോക്ടറായ കാരണം ഞങ്ങൾക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്തിരുന്നിട്ട് ആ ഒരു സമയം കൊണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ടാൻ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ. പിന്നെ വിച്ചുവിന് ഹെയർ ഫോൾ ഉണ്ട് നല്ലോണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് കൺസൾട്ടിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഈ ചേച്ചിനെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു ഓൾ.